ആഷിഖ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ആഷിഖ്, കഴിഞ്ഞ തവണ റോഷി അഗസ്റ്റിന് 5000-ലധികം ഭൂരിപക്ഷത്തിന് വിജയിച്ച മണ്ഡലമാണ്. അവിടെ എം ജെ ജേക്കബിനെ രംഗത്തിറക്കി മുന്നോട്ട് പോകാനാണ് UDFന്റെ നീക്കം. കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് എതിർപ്പുമുണ്ട്. എത്ര കണ്ട് ശക്തിയേറിയ പോരാട്ടമാകും ഇടുക്കിയിൽ ഉണ്ടാവുക? തീർച്ചയായും അനീഷ, കഴിഞ്ഞ ഏതാണ്ട് 25 വർഷമായി 2001 മുതൽ LDFലും UDFലുമായി ഇടുക്കി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് റോഷി അഗസ്റ്റിനാണ്. കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹം മന്ത്രിയുമാണ്. വലിയ അടിത്തട്ടിൽ ബന്ധങ്ങളുള്ള ഒരു ജനപ്രതിനിധിയായി റോഷി അഗസ്റ്റിൻ മണ്ഡലത്തിൽ മാറിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനത്തൊട്ടാകെയും പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലും ഉണ്ടായിരിക്കുന്ന ഒരു UDF അനുകൂല തരംഗം ഇത്തവണ ഇടുക്കി മണ്ഡലത്തിൽ വലിയ തോതിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മണ്ഡലത്തിലെ 10 തദ്ദേശ സ്ഥാപനങ്ങളിലും LDFന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. എല്ലായിടങ്ങളിലും UDF വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇടുക്കി മണ്ഡലത്തെ ചൊല്ലിയുള്ള വിശദമായ ചർച്ചകൾ UDFൽ ഉയർന്നു വരുന്നത്. കഴിഞ്ഞ തവണ റോഷി അഗസ്റ്റിനെതിരെ നിർത്തിയത് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോഴും ദുർബലരായ സ്ഥാനാർത്ഥികളെയാണ് റോഷി അഗസ്റ്റിനെതിരെ ജോസഫ് വിഭാഗം നിർത്തുന്നത് എന്ന ആരോപണമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. അങ്ങനെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ വന്ന് ആ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്ന അനുകൂലമായ തരംഗം തങ്ങൾക്ക് അനുകൂലമാക്കി പ്രതിഫലിപ്പിക്കാൻ കഴിയുമെന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നു. പക്ഷേ അതിന് വഴങ്ങിക്കൊടുക്കാൻ PJ ജോസഫ് തയ്യാറായില്ല എന്നുള്ളതാണ്. ജോസഫ് വിഭാഗത്തിന്റെ തന്നെ സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിൽ വരുമെന്ന് കർശനമായ നിലപാട് PJ ജോസഫ് എടുക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിലാണ് ജോസഫിന്റെ മകൻ അപ്പു ജോസഫിനെ മത്സരിപ്പിക്കാനുള്ള ചർച്ചകൾ ഉയർന്നു വന്നത്. പക്ഷേ ആ ഘട്ടത്തിലും അപ്പുവിന്റെ സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. തൊടുപുഴയിലോ ഇടുക്കിയിലോ മറ്റെവിടെയെങ്കിലും മത്സരിക്കും എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നതല്ലാതെ അപ്പു എവിടെ മത്സരിക്കുമെന്ന് വ്യക്തമായ സാധ്യതകൾ ഉയർന്നു വരുന്നില്ല. ഈ ഘട്ടത്തിലാണ് ഈ ജോസഫ് വിഭാഗത്തിന്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റായിട്ടുള്ള MJ ജേക്കബിനെ റോഷി അഗസ്റ്റിനെതിരെ മത്സരിപ്പിക്കുക എന്നുള്ള സാധ്യതയിലേക്ക് ജോസഫ് വിഭാഗം എത്തുന്നത് എന്നുള്ളതാണ്. മുൻപ് കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവായി അടക്കം പ്രവർത്തിച്ച MJ ജേക്കബ് വലിയ ഒരുക്കത്തിലാണ് കഴിഞ്ഞ ഏതാനും കാലമായി മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നുണ്ട്. അതേസമയം MJ ജേക്കബ് സ്ഥാനാർത്ഥിയാകുന്നതിന് കോൺഗ്രസിന് കടുത്ത അതൃപ്തിയാണ് എന്നുള്ളതാണ്. റോഷി അഗസ്റ്റിനെ പോലെ ജനസ്വാധീനമുള്ള ജനബന്ധങ്ങളുള്ള ഒരു നേതാവിനെതിരെ കുറെ കൂടി ശക്തനായ പ്രമുഖനായ ഒരു നേതാവിനെ മത്സരിപ്പിക്കണമെന്ന അഭിപ്രായം കോൺഗ്രസിനുള്ളിൽ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സംശയവുമില്ല. ഇത്തവണ റോഷി അഗസ്റ്റിൻ തന്നെയായിരിക്കും ഇടുക്കി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി വരിക. റോഷി അഗസ്റ്റിൻ മണ്ഡലം മാറും എന്നടക്കമുള്ള ചർച്ചകൾ ഉയർന്നുവെങ്കിലും അതിനെല്ലാം പൂർണ്ണമായും തള്ളുകയാണ് LDFന്റെ ഇടുക്കി ജില്ലാ നേതൃത്വം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇടുക്കി മണ്ഡലത്തിൽ ഉണ്ടാകുന്ന മത്സരം റോഷി അഗസ്റ്റിനും MJ ജേക്കബും തമ്മിലായിരിക്കും. അങ്ങനെയെങ്കിൽ ജില്ലയിലും ഇടുക്കി മണ്ഡലത്തിലും ഉണ്ടായിരിക്കുന്ന UDF അനുകൂല തരംഗം തങ്ങൾക്ക് ഗുണകരമായി പ്രവർത്തിക്കുകയില്ല എന്നുള്ള നിരാശ കോൺഗ്രസ് പ്രവർത്തകർക്ക് അടക്കമുണ്ട്. ഇത് എങ്ങനെ UDFനുള്ളിൽ പരിഹരിക്കും എന്നുള്ളതാണ് ഇടുക്കി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ ഘട്ടത്തിൽ ഏതായാലും ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു കാര്യം, ജോസഫ് വിഭാഗം നിലവിൽ ആലോചിക്കുന്നത് തങ്ങളുടെ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുവാൻ വേണ്ടിയിട്ടാണ്. കോൺഗ്രസിന് ഇടുക്കി മണ്ഡലം വിട്ടു നൽകാൻ ജോസഫ് വിഭാഗം ആലോചിക്കുന്നില്ല, അതിന് തയ്യാറുമല്ല. നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇടുക്കി ജില്ലാ പ്രസിഡന്റായ MJ ജേക്കബിനെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചുകൊണ്ട് വിജയം കൊയ്യാമെന്ന കണക്കൂട്ടൽ ജോസഫ് വിഭാഗത്തിനുമുണ്ട്. ഏതായാലും മുന്നണിതല ചർച്ചകൾ നടക്കുകയാണ്. ജോസഫ് വിഭാഗ നേതൃത്വവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മുന്നണിതല ചർച്ചയിൽ ഒരു ഘട്ടത്തിൽ പോലും ഇടുക്കി മണ്ഡലം വിട്ടു നൽകാനുള്ള ആലോചനയിലേക്ക് കടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ കൂടി കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥി സാധ്യത ഇടുക്കി മണ്ഡലത്തിൽ റോഷി അഗസ്റ്റിനെതിരെ കേരള കോൺഗ്രസ് എമ്മും കേരള കോൺഗ്രസ് ജോസഫും പരസ്പരം മത്സരിക്കുന്ന സംസ്ഥാനത്തെ ഒരു മണ്ഡലം കൂടിയായി ഇടുക്കി മണ്ഡലം മാറുമെന്നുള്ളത് വ്യക്തമാണ്.